കാതോടെ കേട്ട കസ്റ്റഡി കൊലപാതകമാണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാർ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ കേസിൽ പ്രതികളായ 5 പോലീസുകാരെയും കഴിഞ്ഞ മാസം കോടതി വെറുതെ വിടുകയായിരുന്നു. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് നിരീക്ഷിച്ചാണ് പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടത്. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, കോടതി പ്രതികളെ വെറുതെ വിടുന്ന ഒരു സംഭവം അത് നടന്നിട്ട് 1 മാസമാകുന്നു. ഇപ്പോൾ ഇതാ പുതിയതായി ഒരു കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യം കൂടി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കേസുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം നോക്കുമ്പോൾ ഇതിൽ പ്രതികളായ പോലീസുകാർ മിക്കപ്പോഴും രക്ഷപ്പെടുകയാണ്. അവരെ വെറുതെ വിടുന്ന അവസ്ഥയിലാണ്. അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കാത്ത സംഭവങ്ങളാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത്. ഈ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് അത് കേരളം കേട്ടിട്ടുള്ള ഒരു വലിയ കേസാണ്. അതിൽ എന്താണ് സംഭവിച്ചത്? പ്രതികളെ വെറുതെ വിട്ടത് എങ്ങനെയാണ് സുനിഷ? റോഷ്നി, ഈ പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഈ കസ്റ്റഡി കൊലപാതകങ്ങളിൽ ഒന്നാണ് ഉദയകുമാറിന്റെ കേസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതുപോലൊരു സമയം 2005 സെപ്റ്റംബർ 27-നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേരം ഒരു ഉച്ച സമയത്താണ് ഇയാളെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നും പോലീസ് പിടിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു ഉദയകുമാറിനെ പോലീസ് അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ഇയാളുടെ കയ്യിൽ 4000 രൂപയുണ്ടായിരുന്നു. അതും ഒരു ഓണക്കാലത്താണ്. അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങിക്കാനായി 4000 രൂപയിലധികം സമ്പാദിച്ചു വെച്ചതായിരുന്നു ഉദയകുമാർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ 4000 ഇയാൾ മോഷണം നടത്തിയതാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പിന്നീട് രാത്രി 10:30യോടുകൂടി ഇയാളുടെ മരണമാണ് പുറത്തേക്ക് അറിയുന്നത് എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ അന്വേഷണം നടക്കുന്നു. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നു ഉരുട്ടിക്കൊല നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇയാളുടെ തുടയിലെ രക്തധമനികൾ പൊട്ടിയാണ് മരിച്ചത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു. കൃത്യമായി അന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 5 പോലീസുകാരാണ് ഇതിൽ പ്രതിയായി വരികയും ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. പിന്നീട് കുടുംബം കോടതിയെ സമീപിച്ചുകൊണ്ട് CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നു. CBI അന്വേഷണം നടത്തുന്നു. CBIയും കുറ്റപത്രം നൽകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഈ 20 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഏകദേശം 2-3 ആഴ്ചയായിട്ടുള്ളൂ കോടതി ഇപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പറയുന്നത് CBIയുടെ അന്വേഷണം അത് ശരിയല്ലായിരുന്നു എന്നുള്ളതാണ്. തുടരന്വേഷണത്തിന് പകരം ഒരു പുനരന്വേഷണമാണ് CBI നടത്തിയത്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. കൃത്യമായി തെളിവുകൾ നിരത്തി പറയാൻ CBIക്ക് കഴിഞ്ഞില്ല തുടങ്ങി നിരവധി വാദങ്ങളാണ് CBI കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി പറയുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 4 പേര്, 1-ാം പ്രതിക്കെന്ന വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചിരുന്നത്. വധശിക്ഷ അടക്കം റദ്ദു ചെയ്തുകൊണ്ടാണ് ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി കോടതിയിൽ നിന്നും വന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് കടക്കും, സുപ്രീം കോടതി സമീപിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കുടുംബം, ഉദയകുമാറിന്റെ അമ്മയടക്കം നമ്മളോടും അന്ന് പ്രതികരിച്ചിരുന്നത്. നീതി കിട്ടും വരെ പോരാട്ടം എന്നുള്ളതാണ്. റോഷ്നി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 20 വർഷത്തോളം ആയി ഇവർ നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ഓരോ കോടതിയിലും ഓരോ ആളുകളെയും കണ്ടും കയറിയും ഇറങ്ങുകയാണ്. പക്ഷേ അപ്പോഴും ഇവർക്ക് നീതി അകലെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നത്. കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തെളിവുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പോലീസുകാരെ കുറ്റവിമുക്തരാക്കുന്നത്, അല്ലെങ്കിൽ പോലീസുകാർ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. റോഷ്നി, അതാണ് സുനിഷ പറഞ്ഞതുപോലെ തെളിവുകൾ ഉള്ള സംഭവത്തിൽ തന്നെ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിയാതെ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന എത്ര കേസുകൾ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ സംഭവിച്ചതാണ് സുനിഷ നമ്മളോട് പറഞ്ഞത്. അതിൽ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത്.